ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഇന്ന് കിച്ചൺ ടിപ്സും ട്രിക്സും ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനല്ല പറയാൻ പോകുന്നത്, എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്റർ. അപ്പോൾ നീ ഇത്ത പറഞ്ഞുതരും. അപ്പോൾ ഞാനാണ് ഇന്ന് നിങ്ങൾക്ക് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഫേസ് ടു ഫേസ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ കുറേ കാലം സ്റ്റോർ ചെയ്യുന്ന ഒരു സാധനമായിരിക്കും റൈസ്. അപ്പോൾ നമ്മൾക്ക് റൈസ് സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉമ്മ പറഞ്ഞു തന്ന കുറച്ച് ടിപ്സൊക്കെ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ റൈസ് വെച്ചിട്ടുള്ള നമ്മുടെ കണ്ടെയ്നറിൽ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ്. ഇപ്പോൾ റൈസ് വെച്ചിട്ടുള്ള ഈ ഇതിൽ നമ്മൾ കുറച്ച് ഉണങ്ങിയ വെളുത്തുള്ളിയുടെ അല്ലി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റൈ അതിനെടുക്കുക, അത് മറ്റതെടുക്കുക. ഇതുപോലെ കുറച്ച് ഉണങ്ങിയ വെളുത്തുള്ളിയുടെ അല്ലി നമ്മൾ നമ്മളുടെ കണ്ടെയ്നറിലേക്ക് ഇട്ട് വെച്ചാൽ നമുക്കിത് കുറച്ച് കാലം സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ഒരു ടിപ്പ്. അല്ലെങ്കിൽ അടുത്തത് നമ്മൾ ഇതുപോലെ ആര്യവേപ്പിൻ്റെ ഇല, നീം ലീവ്സ് ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ റൈസ് ഇട്ട് വെച്ച അതിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരി മുകളിലേക്ക് നിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കുറേ കാലം ഇത് കേട് കൂടാതെ നിൽക്കും. അതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആവണം നമ്മൾ റൈസ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് റൈസ് ഇങ്ങനെയാണ് സൂക്ഷിക്കുന്നതിൻ്റെ 2 ടിപ്പ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടിപ്പ് നമ്പർ 2, നമ്മൾ റൈസ് പോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് പരിപ്പും ഇതുപോലെ സ്റ്റോർ ചെയ്യുന്ന ഒരു ടിപ്പാണ് അടുത്ത പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പരിപ്പ് ആദ്യം ഒരു പരന്ന നമ്മളൊരു പ്ലേറ്റിലേക്കോ ഇതിലേക്കോ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മസ്റ്റാർഡ് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ കടുകെണ്ണ കുറച്ച് ഡ്രോപ്സ് അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കണ്ടെയ്നറിലേക്ക് ഇട്ട് വെക്കാം. അപ്പം നമുക്ക് പരിപ്പ് കുറേ കാലം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. പിന്നെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് മസ്റ്റാർഡ് ഓയിലിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതൊരു ടിപ്പ്. അല്ലെങ്കിൽ നമ്മൾ പരിപ്പ് ഇട്ട് വെച്ച കണ്ടെയ്നറിൽ നമ്മൾ ബേ ലീവ്സ് ഇല്ലേ, നമ്മൾ റൈസിലൊക്കെ ഉപയോഗിക്കുന്ന ആ ബേ ലീവ്സ് അതിലേക്ക് ഇട്ട് വെച്ചിട്ട് കണ്ടെയ്നർ നന്നായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്താൽ മതി. അതാണ് നമ്മൾ പരിപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടിപ്പ് നമ്പർ 3. അതെന്ന് വെച്ചാൽ നമ്മൾ ഒണിയൻ അല്ലെങ്കിൽ വലിയ ഉള്ളി, സവാള ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കുള്ള പ്രശ്നമാണ് കണ്ണിന്ന് വെള്ളം വരിക, കണ്ണ് നീറുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനുള്ള ടിപ്സ് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ മതി, വെള്ളം വരില്ല, നീറില്ല എന്നൊക്കെ. പക്ഷേ ഇതൊരു 100% സക്സസ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ കുറച്ച് വിനെഗർ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. വിനെഗർ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഇതുപോലെ നമ്മളൊരു കട്ടിംഗ് ബോർഡ്, നമ്മളിപ്പോൾ ഓണിയനൊക്കെ കട്ട് ചെയ്യുന്ന കട്ടിംഗ് ബോർഡ് എടുത്ത് വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓണിയൻ കട്ട് ചെയ്യുന്ന നമ്മുടെ കട്ടിംഗ് ബോർഡിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വേണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ അത്രയും ഏരിയയിൽ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി സാധാരണ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്താൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ആ ഏരിയയിൽ വെച്ചിട്ട് ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയയില്ല, കണ്ണ് നേറില്ല, അതിനൊക്കെ ഒരു നല്ല കുറവുണ്ട്. ഇതുപോലെ നമ്മൾ ആ ബ്രഷ് ചെയ്ത് ആ സ്ഥലത്ത് വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ, എന്നാലാണ് നമ്മൾക്കത് സക്സസ് ആവുള്ളൂ. ഇനി അതുപോലെ തന്നെ എരിയാതിരിക്കാനുള്ള വേറൊരു ടിപ്പാണ്, നമ്മൾ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ മുമ്പ് തണുത്ത വെള്ളത്തിലൊന്ന് നമ്മൾ സവാള ഇട്ട് വെച്ചാൽ മതി. നല്ല തണുത്ത വെള്ളം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഐസ് ക്യൂബ് ഇട്ടതായാലും കുഴപ്പമില്ല. അങ്ങനത്തെ തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ഓണിയൻ ഇട്ട് കൊടുക്കുക. അപ്പോഴും നമുക്ക് ഈ കണ്ണ് എരിയുന്നതിനോ നേറുന്നതിനൊക്കെ ഒരു കുറവുണ്ടാവും.
അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ടിപ്പ് നമ്പർ 4. അത് നമ്മൾ തേങ്ങ അരക്കുമ്പോൾ നമ്മൾ മിക്സിയിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ചട്നി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ച് നോക്കുക. അത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടുള്ള നമ്മുടെ ടിപ്സാണ്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് സക്സസ് ആവും. തേങ്ങ അരക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അരച്ചാൽ അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇത് നമ്മൾ പറയാൻ പോകുന്നത് 5th ടിപ്പാണ്. നമ്മുടെ 5ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്ലാസ് ഒക്കെ കിട്ടുമ്പോൾ അതിൻ്റെ പുറത്തൊരു എഴുത്തുള്ള ഗ്ലാസ്, അതുപോലെ നമുക്കിപ്പോൾ ടെക്സ്റ്റൈൽസിൽ നിന്ന് കടകളിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗ്ലാസ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി അതിൻ്റെയൊക്കെ ഒരു നെയിം അതിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ അതിൻ്റെ പേര് റിമൂവ് ചെയ്യാനുള്ളൊരു ട്രിക്കാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഗ്ലാസ് എടുത്തിട്ട് ആ എഴുത്തുള്ള ഭാഗത്ത് നമ്മൾ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് വിനെഗറും വെള്ളമൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ കോട്ടൺ തുണി അതിലേക്ക് മുക്കിയിട്ട് ആ എഴുത്തുള്ള ഭാഗത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയൊരു പാത്രത്തിൽ വിനെഗർ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് അതിലേക്ക് മുങ്ങുന്ന വിധത്തിലുള്ള രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അതൊരു 10 മിനിറ്റ് നമ്മൾ അങ്ങനെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ റിമൂവ് ആവും. അല്ലെങ്കിൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് മുക്കിയിട്ട് അങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ട്രിക്കാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടിപ്പ് നമ്പർ 6. അപ്പോൾ ഇത് എന്താ വെച്ചാൽ നമ്മൾ കിച്ചണിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന 2 സാധനങ്ങളാണ് കത്തി, കത്രിക. ഇതിൻ്റെ മൂർച്ച പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മളിത് ഷാർപ്പ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പം അറിയും അപ്പോൾ നമുക്ക് കത്തി ഒന്ന് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലത്തെ ഒരു മഗ് എടുത്ത് വെക്കാം. ഇതുപോലത്തെ ഇങ്ങനെ മഗ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കത്തി ഇങ്ങനെ ചെയ്താൽ നല്ല ഷാർപ്പാവും. ഇത് നിങ്ങൾ ചിലപ്പോൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇങ്ങനെ ഷാർപ്പ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല മെത്തേഡ്. ഇനി നമുക്ക് ഇതുപോലെ സിസേഴ്സ് എങ്ങനെ ഷാർപ്പ് ചെയ്യുന്ന നോക്കാം. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ് ഇതുപോലത്തെ ഒരു സ്ക്രബ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാനൊരു പഴയ സ്ക്രബ് എടുത്താൽ മതി. ഞങ്ങളുടെ ഒരു പുതിയ സ്ക്രബാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ മുറിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഷാർപ്പ് കൂടുക. ഇതുപോലത്തെ നമ്മൾ സ്ക്രബ് ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യണം. ഇതിങ്ങനെ മുറിക്കുന്ന പോലെ പിന്നെ നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഷാർപ്പ് കൂടുക. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. ഇതുപോലത്തെ ഒരു അലുമിനിയം ഫോയിൽ എടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ ഒന്നും കൂടെ മടക്കാം. ഇപ്പോൾ കുറച്ചും കൂടി കട്ടി കൂടും. അങ്ങനെ നമ്മൾ ഈ കട്ടി കൂട്ടി അങ്ങനെ ഓരോ പ്രാവശ്യം ഒന്നിങ്ങനെ മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഷാർപ്പനിങ് കൂടും. നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ മുറിച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഷാർപ്പ് കൂടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ടിപ്സ് ആൻഡ് ട്രിക്സിലെ ലാസ്റ്റ് ടിപ്സാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെപ്പോഴും ഒരു സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എണ്ണ അല്ലെങ്കിൽ മുട്ട എന്തെങ്കിലുമൊക്കെ നിലത്ത് വീണാൽ അത് നമ്മൾ തുടച്ചെടുത്താലും, ഇപ്പോൾ എണ്ണ ആണെങ്കിൽ അതിൻ്റെ ഒരു എണ്ണമയം അതിലുണ്ടാകും. അപ്പോൾ മുട്ട ആണെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വൈപ്പ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എണ്ണ ഒഴിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മളിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ മൈദ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ അത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇവിടെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ആവാനൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ അങ്ങനെ എണ്ണമയൊന്നും വരുന്നില്ല. ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു ടൈലിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല അടയാളങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇവിടെ 7 ടിപ്സ് ആൻഡ് ട്രിക്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 7 ടിപ്സും ട്രിക്സും ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇത് യൂസ്ഫുൾ 100% യൂസ്ഫുള്ളും സക്സസ്ഫുള്ളും ആയതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഓരോരോ കുറവുകളൊക്കെ ഉണ്ടാവും. അതെല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്.
അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻസിൽ ചോദിച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.